എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ള. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. ടിനി ടോം പറയുന്ന പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല. മുഖം മിനുക്കാൻ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല. അടിമുടി സുന്ദരനായ നസീർ സാറിനെ ടിനി ടോമിനെ പോലെ വിഗ്ഗും വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോ അത് അടികൊള്ളാത്ത സോക്കേടവന്. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ. ഇവനതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ടിനി ടോം, താങ്കൾ എന്നെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടു. നോക്കൂ അസേ, നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചാനലിലും മറ്റും സംസാരിക്കുമ്പോൾ സത്യമാണോ എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ശരി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ആക്ടറായിട്ട് ഇരുന്നു കൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത്. അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ. നമുക്കറിയില്ല സത്യമെന്ത് അസത്യമെന്ത് എന്ന് നമ്മൾ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം പ്രേമശേഖർ. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ടിനി ടോം സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രേം നസീർ എന്ന സൂപ്പർ സ്റ്റാറിനെ, മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ, ഗിന്നസ് ബുക്കിൽ റെക്കോർഡുള്ള പ്രേം നസീറിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ മുതിർന്ന താങ്കളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ആദ്യം അഭിനന്ദിക്കും. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ. അതുകൊണ്ട് സിനിമയൊന്നും ഇല്ലെങ്കിൽ ദയവായി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മിമിക്രിക്കൊക്കെ പോവുക. ഒരു വകതിരിവില്ലാത്ത മലയാളി. നല്ല മനുഷ്യരുടെ ഓർമ്മകൾക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ അല്പത്തരങ്ങൾ വിളിച്ചു പറയരുത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.